നിലവിലുള്ള ഒരു MLA മത്സരിക്കുമ്പോൾ MLAയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. സ്വാഭാവികമായും അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഇവിടെയുണ്ട്. സേവന മേഖലയിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വിലയിരുത്തിയിട്ടാണ് ജനങ്ങൾ വോട്ട് നൽകുക. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഇരട്ടിക്കും എന്നുള്ളത് തന്നെ. ഒരു ഭരണപക്ഷ MLAക്കാണ് ഇപ്പോഴത്തെ ആളുകൾ ഈ നിയമസഭയിൽ നമുക്ക് വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതും തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആവേശം വർദ്ധിപ്പിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ എല്ലായിടത്തും, ജില്ലയിലെന്നല്ല സംസ്ഥാനത്ത് തന്നെ വളരെ ഊർജിതമായി അതിൻ്റെ നടപ്പി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇന്ന് സ്ക്രൂട്ടിനിയോട് കൂടി സ്ഥാനാർത്ഥിത്വമൊക്കെ ഉറപ്പുവരുത്തി കഴിഞ്ഞു. എല്ലാവരും പ്രവർത്തന ബോധയിൽ നിരതരായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലും മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ മണ്ഡലം കൺവെൻഷനുകളും എന്നതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ തല കൺവെൻഷനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ തിരക്കിനിടയിൽ ഇവിടെയും കോട്ടക്കലും നമുക്ക് മണ്ഡലം കൺവെൻഷൻ ഇവിടെ നടത്തുവാൻ കഴിഞ്ഞിരിക്കുന്നു. അഭൂതപൂർവമായിട്ടുള്ളൊരു ജനക്കൂട്ടം ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. വലിയ വിജയ പ്രതീക്ഷയാണ്. കാരണം ഇവിടെ ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ പുറത്ത് കാത്തുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പുറത്താണ് സമ്മേളനമെന്ന്. പിന്നെ അകത്തേക്ക് വന്നപ്പോഴാണ് അകത്ത് അതിലും വലിയ സമ്മേളനം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഏതായാലും ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷക്കാലമായി കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി ഇവിടെ നിറഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുസൈൻ തങ്ങൾ, അദ്ദേഹം ദിവസവും ഇവിടെ വരാറുണ്ട് എന്ന് എനിക്ക് അറിയാം. കാരണം അദ്ദേഹം പാണക്കാട്ട് കൂടിയാണ് ഇങ്ങോട്ട് വരാറുള്ളത് എന്നുള്ളത് കണ്ട്. വടക്കാങ്ങരയിൽ നിന്നും അദ്ദേഹം കോട്ടക്കൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരാറുള്ളത് പാണക്കാട് വഴിയാണ്. അതായത് ആ വഴിക്ക് വരും. അതിനുശേഷം ഞാനൊക്കെ താമസിക്കുന്ന അതിലൂടെ വരും. അപ്പോൾ മൂപ്പര് എപ്പോഴും പ്രവർത്തന നിരതനാണ് എന്ന് നമുക്കെപ്പോഴും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വലിയ മാറ്റവും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ നഗരഭാഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ഗ്രാമാന്തരങ്ങളിലുമൊക്കെ അതിൻ്റെ വലിയ മാറ്റം, നേട്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു.